ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ജോർജിയൻ വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. ഇന്ന് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. 1-2 ചർച്ച് വിസിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കേബിൾ കാർ റൈഡ് ഉണ്ട്. പിന്നെ ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അങ്ങനെ കുറച്ചധികം പരിപാടിയുള്ളൊരു ദിവസമാണ്. നമുക്കിപ്പം വേഗം എഴുന്നേറ്റിട്ട് റെഡി ആവാം കേട്ടോ. അതിനു മുന്നേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബാൽക്കണിയിൽ പോയിട്ട് കുറച്ച് നേരം നിൽക്കും. എന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കും. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. എഴുന്നേറ്റ് വേഗം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോണത് ഒരു ജോർജിയൻ ഓർത്തഡോക്സ് മൊനാസ്ട്രിയിലോട്ടാണ്. നമ്മളിതേപ്പോൾ ട്രാവൽ ചെയ്ത് മൊനാസ്ട്രി എത്തി കേട്ടോ. ഈ ജോർജിയൻ ട്രിപ്പിൽ നമ്മൾ കുറച്ച് ചേർച്ചിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് ഈ മൊനാസ്ട്രിയിൽ നിന്നാണ്. ഈ മൊനാസ്ട്രിയും അതുപോലെ ഇതിൻ്റെ ചുറ്റുവട്ടവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വ്യൂ ആയിരുന്നു ഇതിൻ്റെ ടോപ്പിൽ നിന്ന്. Go for mix, yeah, one. മൊണാസ്ട്രിയുടെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പുറത്തോട്ട് വന്നു. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. സോവനിയേഴ്സിൻ്റെ ആണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെ ആണെങ്കിലും സ്വീറ്റ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഞാൻ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് വാങ്ങിയത്. ഇതിനെങ്ങനെ എത്ര ടേസ്റ്റ് എന്ന് എനിക്കെപ്പോഴും അറിയില്ല. നമ്മളിപ്പോൾ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തൊരു കത്തീഡ്രലിലോട്ടാണ് കേട്ടോ പോണത്. ഈ ഒരു പിക്ചറിനെ പറ്റി നമ്മുടെ ഗൈഡ് കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ ഐസ് ക്ലോസ്ഡ് ആയിട്ടും മറ്റൊരു ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ ഐസ് ഓപ്പൺ ചെയ്ത് നമ്മളെ നോക്കുന്നത് പോലെയും നമുക്ക് തോന്നുമായിരുന്നു. നമ്മൾ ഇപ്പോൾ ഈ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഷോളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടം കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും നമ്മുടെ രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്സൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് ആണെങ്കിലും ഐസ്ക്രീംസ് ആണെങ്കിലും വൈനിൻ്റെ ഷോപ്പാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു വൈൻ ഐസ്ക്രീം ഫ്ലേവറും മറ്റേത് എനിക്ക് തോന്നുന്നു വാനില ചോക്ലേറ്റ് അങ്ങനെ ഒരു നോർമൽ ഫ്ലേവർ ആയിരുന്നു എന്നുള്ളത്. പിന്നെ അതേ കണ്ടില്ലേ, കുറേ നല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ബ്ലൂബെറീസും മറ്റ് ബെറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജ്യൂസസ് ഇവിടെയുണ്ട്, ഫ്രഷ് ജ്യൂസസ്. Very good for dishes from meat, vegetable, and you can with sweet too. ഈ ലേഡി ആക്ച്വലി വളരെ കാര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് ഈ വൈൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അവർ നല്ല എഫേർട്ട് എടുത്തിട്ട് പലതരം വൈൻസ് നമ്മളെ കാണിച്ചു തന്നു. അതുപോലെ എടുത്ത് മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം, നമ്മൾ പല സ്പോട്ട്സ് പോകുമ്പോഴും നമ്മുടെ ഫോട്ടോസ് ഇവർ ഇതുപോലെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം ഇതുപോലെ സോവനിയേഴ്സൊക്കെ ആയിട്ട് റെഡിയാക്കി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ ഫോട്ടോ കാണാൻ വലിയ ഗുണമില്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ മിസ്റ്റർ ഹസ്ബൻഡിന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു വാങ്ങണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കത്തീഡ്രലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ടിബിലിസിയിൽ തിരിച്ചെത്തി കേട്ടോ. ഇന്ന് നമുക്കിനി കേബിൾ കാർ റൈഡും പിന്നെ ഒരു സ്ട്രീറ്റിൽ പോകാനും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഉച്ചയ്ക്ക് ശേഷം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബെസ്റ്റ് ഐറ്റം ഏതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡ് ഇപ്പോൾ വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫുഡ് കഴിക്കുമ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മുടെ കൂടെ ആരെങ്കിലും നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരാനോ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനല്ലേ എന്ന്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞാൽ വിശ്വസിക്കില്ല. തൊട്ടടുത്ത് കൂടെ ഒരു ക്യാമറമാൻ വന്നിട്ട് പറയാണ്, ഈ ഹോട്ടലിന്, അതായത് ഈ റെസ്റ്റോറൻറ്റിന് ഒരു പ്രൊമോഷനുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ വീണ്ടും ചോദിച്ചു, ഫ്രീ ഫോട്ടോ ആണോ അത് എടുക്കുന്നത്? പുള്ളി പറഞ്ഞു, അതെ, ഫ്രീ ഫോട്ടോയാണ്, പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ വന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വന്നാൽ മതിയെന്ന്. ഞാൻ ചാടിക്കയറി ഓക്കെയും പറഞ്ഞു. ഫോട്ടോ ഫ്രീ ആണല്ലോ. പിന്നെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. ദേ ഈ കുഞ്ഞ് ഫോട്ടോ അവർ ഫ്രീ ആയിട്ട് തരും. പിന്നെ ഇതിൻ്റെ വലിയ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ പേ ചെയ്യണം. ഇനി നമുക്ക് പല സ്പോട്ടും പോകാനുണ്ട്. മെത്തേക്കി, ബ്രിഡ്ജ് ഓഫ് പീസ് പോകണം. പിന്നെ നമ്മുടെ കേബിൾ കാർ കയറിയിട്ട് നമുക്ക് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു കാണാൻ വേണ്ടി പോകണം.
എനിക്ക് പറ്റുന്ന ആക്ടിവിറ്റീസിൻ്റെയും സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിടാം. അടുത്തത് നമ്മൾ കേബിൾ കാർ റൈഡിന് വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ കുറച്ചധിക സമയം തന്നെ കേബിൾ കാറിന് വേണ്ടിയിട്ട് ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത കാറിൽ നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. നമ്മളിത് ഓൾമോസ്റ്റ് ഈ കേബിൾ കാറിൻ്റെ റൈഡ് കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരാൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് പാട്ടൊക്കെ പാടി എല്ലാവരെയും ഭയങ്കരമായിട്ട് രസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ മ്യൂസിക് ഈ ഒരു സമയത്തിന് നല്ല മാച്ചിങ്ങും ആയിരുന്നു. നമ്മളിവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു കാണാൻ പറ്റും. പോണ വഴി രണ്ട് ഭാഗത്തും ഒരുപാട് ഷോപ്സ് ഉണ്ട്. സോവനിയേഴ്സിൻ്റെ ആണെങ്കിലും ചായ്, ഹോട്ട് വൈൻ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമ്മൾ ആദ്യം എന്തായാലും സ്റ്റാച്യു കാണാൻ പോകാൻ വിചാരിച്ചു. പിന്നെ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്റ്റാച്യു ആണ് കേട്ടോ, മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്യു. അപ്പം ഇതിൽ ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ഒരു ബൗൾ ഓഫ് വൈനുമാണ്. അതെന്തിനെ സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൽക്കമിങ് ടു ഫ്രണ്ട്സും അതുപോലെ റെഡി ടു ഡിഫെൻഡ് ദ എനിമീസ് എന്നാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റാച്യു ഒക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് തിരിച്ച് നമ്മുടെ കേബിൾ കാറിലൂടെ താഴോട്ടേക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ചായയും കുടിച്ചിട്ട് ഇങ്ങനെ പതിയെ താഴോട്ടേക്ക് നടന്നു വന്നു. താഴോട്ടേക്ക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓണായി. ഈ ടോപ്പ് എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. കേബിൾ കാർ റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് പീസ് ഓഫ് ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സ്ട്രീറ്റിലോട്ട് പോയി. സ്ട്രീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വൈബായിരുന്നു. ഭയങ്കരമായിട്ട് ലൈറ്റ്സൊക്കെ ഓണായി, ലൗഡ് മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ വീഡിയോയുടെ കൂടെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് പാർട്ട് 3 നാളെ കാണാം. ബൈ.